ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ആമിന നജുമ. കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം അവസാനിക്കാൻ 10 ദിവസം ശേഷിക്കെ ദേശീയ നേതാക്കളെ അണിനിരത്തി പ്രചാരണം ഊർജിതമാക്കി മുന്നണികൾ. എൻഡിഎ പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തും. ഇപ്പോൾ മംഗളൂരുവിൽ റോഡ് ഷോയിൽ പങ്കെടുക്കുകയാണ് അദ്ദേഹം. രാത്രി കൊച്ചി വിമാനത്താവളത്തിലെത്തുന്ന പ്രധാനമന്ത്രി എറണാകുളം സർക്കാർ അതിഥി മന്ദിരത്തിൽ തങ്ങും. പ്രധാനമന്ത്രി നാളെ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽപ്പെടുന്ന കുന്നംകുളം ചെറുവട്ടാനിയിൽ എൻഡിഎ സ്ഥാനാർത്ഥി ഡോക്ടർ ടി.എൻ. സരസുവിന്റെ പ്രചാരണാർത്ഥം സംഘടിപ്പിച്ചിട്ടുള്ള പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യും. തുടർന്ന് തിരുവനന്തപുരത്തെത്തുന്ന പ്രധാനമന്ത്രി ആറ്റിങ്ങൽ, തിരുവനന്തപുരം മണ്ഡലങ്ങളിലെ എൻഡിഎ സ്ഥാനാർത്ഥികളുടെ പ്രചാരണാർത്ഥം കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഗ്രൌണ്ടിൽ നടക്കുന്ന പൊതുയോഗത്തിലും പങ്കെടുക്കും. പ്രധാനമന്ത്രിയുടെ സന്ദർശനം പ്രമാണിച്ച് തിരുവനന്തപുരം കാട്ടാക്കടയിൽ നാളെ രാവിലെ 10 മണി മുതൽ കർശന ഗതാഗത നിയന്ത്രണം. കാട്ടാക്കടയിലേക്കുള്ള മുഴുവൻ റോഡുകളും അടയ്ക്കും. വാഹനങ്ങൾ കടത്തിവിടില്ല, പാർക്കിംഗും അനുവദിക്കില്ല. വയനാട് ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥിയും കോൺഗ്രസ് നേതാവുമായ രാഹുൽ ഗാന്ധി നാളെയും മറ്റന്നാളും മണ്ഡലത്തിൽ പ്രചാരണം നടത്തും. മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ ഇരിങ്ങാലക്കുട, തൃശൂർ, ഗുരുവായൂർ എന്നിവിടങ്ങളിൽ LDF പ്രചാരണത്തിനെത്തും. മറ്റന്നാൾ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ വടക്കാഞ്ചേരി, നെന്മാറ എന്നിവിടങ്ങളിലെ തിരഞ്ഞെടുപ്പ് യോഗങ്ങളിലും അദ്ദേഹം പങ്കെടുക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി BJPയുടെ പ്രകടന പത്രിക പുറത്തിറക്കി. വികസനം, വനിതാക്ഷേമം, അടിസ്ഥാന സൌകര്യം എന്നിവയ്ക്ക് പത്രിക ഊന്നൽ നൽകുന്നു. ഏക സിവിൽ കോഡ്, ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ്, വനിതാ സംവരണ നിയമം, 6G, ബുള്ളറ്റ് ട്രെയിൻ, മുദ്രാവായ്പാ പരിധി 20 ലക്ഷം രൂപയാക്കൽ, 3 കോടി വീടുകൾ, പുരപ്പുറ സോളാർ പദ്ധതി എന്നിവ നടപ്പാക്കുമെന്നും പ്രകടന പത്രികയിൽ പറയുന്നു. കഴിഞ്ഞ 10 വർഷങ്ങളിൽ പാവപ്പെട്ടവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ BJPക്ക് സാധിച്ചില്ലെന്നും അതിനാൽ പാർട്ടിയുടെ പ്രകടന പത്രിക വിശ്വസിക്കാനാകില്ലെന്നും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ. തൊഴിലില്ലായ്മ, വിലക്കയറ്റം തുടങ്ങിയ വിഷയങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് താൽപര്യമില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായതിൽ ആശങ്ക പ്രകടിപ്പിച്ച് വിദേശകാര്യ മന്ത്രാലയം. അക്രമത്തിൽ നിന്ന് പിന്മാറാനും നയതന്ത്രത്തിന്റെ പാതയിലേക്ക് മടങ്ങാനും ഇന്ത്യ ഇരു രാജ്യങ്ങളോടും ആവശ്യപ്പെട്ടു. ഇറാൻ പിടിച്ചെടുത്ത ചരക്ക് കപ്പലിലെ ജീവനക്കാരെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇന്ത്യ ഊർജിതമാക്കി. ഇറാൻ പിടിച്ചെടുത്ത ഇസ്രായേൽ ചരക്ക് കപ്പലിൽ ഉൾപ്പെട്ട കോഴിക്കോട് സ്വദേശി ശ്യാംനാഥിന്റെ മാതാപിതാക്കളെ MPമാരായ MK രാഘവനും എളമരം കരീമും സന്ദർശിച്ചു. കപ്പൽ ജീവനക്കാരെ മോചിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ഇറാൻ അധികൃതരുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് ഇരുവരും അറിയിച്ചു. ചരക്ക് കപ്പലിൽ മാനന്തവാടി സ്വദേശി PV ധനേഷും പാലക്കാട് സ്വദേശി സുമേഷും അകപ്പെട്ടിട്ടുണ്ട്. നേപ്പാളിലെ ആരോഗ്യ, വിദ്യാഭ്യാസ മേഖലകളിൽ പ്രവർത്തിക്കുന്ന വിവിധ സംഘടനകൾക്ക് ഇന്ത്യ 35 ആംബുലൻസുകളും 66 സ്കൂൾ ബസുകളും സമ്മാനിച്ചു. നേപ്പാൾ ധനമന്ത്രി ബർഷ മാൻ പാൻറ്റെയുടെ സാന്നിധ്യത്തിൽ ഇന്ത്യൻ അംബാസിഡർ നവീൻ ശ്രീവാസ്തവ വാഹനങ്ങളുടെ താക്കോൽ കൈമാറി. ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറുടെ 134ാം ജന്മവാർഷികത്തിൽ സ്മരണാഞ്ജലി അർപ്പിച്ച് രാജ്യം. അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ സ്ഥലമായ ചൈത്യഭൂമിയിലും ബുദ്ധമതം സ്വീകരിച്ച നാഗ്പൂരിലെ ദീക്ഷഭൂമിയിലും വിവിധ ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു. ഐശ്വര്യത്തിന്റെയും കാർഷിക സമൃദ്ധിയുടെയും സന്ദേശവുമായി മലയാളികൾ വിഷു ആഘോഷിച്ചു. വിഷുക്കണി കണ്ടുണർന്നും കൈനീട്ടം നൽകിയും സദ്യയൊരുക്കിയുമായിരുന്നു ആഘോഷങ്ങൾ. ഗുരുവായൂർ, ശബരിമല ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തെ ക്ഷേത്രങ്ങളിൽ വിഷുക്കണി ദർശനത്തിന് വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. ഇന്തോനേഷ്യയിലുണ്ടായ മണ്ണിടിച്ചിലിൽ 15ലധികം പേർ മരിച്ചതായി റിപ്പോർട്ട്. 2 പേരെ കാണാതായി. തെക്കൻ സുലുവേസി പ്രവിശ്യയിലെ ടന ടൊരാജ ജില്ലയിലാണ് മണ്ണിടിച്ചിലുണ്ടായത്. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയന്റ്സിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് 8 വിക്കറ്റ് വിജയം. ലക്നൌ ഉയർത്തിയ 162 റൺ വിജയലക്ഷ്യം 2 വിക്കറ്റ് നഷ്ടത്തിൽ കൊൽക്കത്ത മറികടന്നു. 2ാം മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടുന്നു. ISL ഫുട്ബോളിൽ ഗോവ FC ചെന്നൈയിൻ FC പോരാട്ടം പുരോഗമിക്കുന്നു. ഗോവയിലാണ് മത്സരം. കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 85 വയസ്സു പിന്നിട്ട മുതിർന്ന വോട്ടർമാരുടെയും ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവരുടെയും വോട്ട് വീട്ടിലെത്തി രേഖപ്പെടുത്തുന്ന നടപടി നാളെ ആരംഭിക്കും. അസന്നിഹിത വോട്ടർ വിഭാഗത്തിൽപ്പെടുത്തിയാണ് ഇവർക്ക് വീട്ടിൽ തന്നെ വോട്ട് ചെയ്യുന്നതിനുള്ള സൌകര്യം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കിയിരിക്കുന്നത്. BJP സർക്കാർ 3ാമതും അധികാരത്തിലെത്തിയാൽ നക്സലിസത്തിൽ നിന്ന് ഛത്തീസ്ഗഡിനെ മോചിപ്പിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഛത്തീസ്ഗഡിൽ ഒരു തിരഞ്ഞെടുപ്പ് യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ മുൻ കോൺഗ്രസ് സർക്കാർ നക്സൽ ഭീഷണിയോട് പുലർത്തിയ സമീപനം പ്രയോജനരഹിതമായിരുന്നുവെന്നും ശ്രീ അമിത്ഷാ പറഞ്ഞു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.